ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂലൈ 2 വിശുദ്ധ പ്രൊച്ചേസൂസും മർത്തിനിയാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ ഈ രക്തസാക്ഷികളെ മാനസാന്തരപ്പെടുത്തിയത് പത്രോസ് പൗലോസ് സ്ലീഹന്മാരാണ് എന്ന് പറയപ്പെടുന്നു. പാറയിൽ നിന്ന് അത്ഭുതകരമായി ജലം കൊണ്ടാണത്രേ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തിയത്. ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജൂപ്പിറ്ററെ ആരാധിക്കാൻ സമ്മർദ്ദമുണ്ടായപ്പോൾ വഴങ്ങാതെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്നവർ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ വാളിനിരയായി. 4-ാം ശതാബ്ദത്തിന് മുമ്പ് തന്നെ അവർ സഭയിൽ ആദരണീയരായി മാറി. ലേഖനം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. മാനുഷികമായി പറഞ്ഞാൽ എഫെസസിൽ വച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. നിങ്ങൾ നീതിപൂർവം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുവിൻ. ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരറിവുമില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിനു ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രി ആയപ്പോഴേക്കും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൻ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങി താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം. ദൈവം തന്നെ ഭൂതമായി കാണപ്പെടുന്നു. ഏറ്റവും നല്ലതിനെ തന്നെ അതിൻ്റെ വിപരീതമായി തെറ്റിദ്ധരിച്ചേക്കാമെന്നത് നമ്മുടെ സംവേദനകളുടെ ഒരു അപകടമാണ്. ഏറ്റവും ഭയപ്പെടുത്തുന്നതിൽ ഒളിച്ചിരിക്കുന്നത് എല്ലാ ധൈര്യങ്ങളുടെയും ഉറവിടമായിരിക്കാം. ദൈവത്തിൻ്റെ ഇടപെടലുകളെയും അത്ഭുതങ്ങളെയും നല്ല വിശ്വാസികൾ പോലും തെറ്റിദ്ധരിച്ചേക്കാം. ശിഷ്യന്മാർ തന്നെ അവൻ്റെ ദർശനത്തെ തെറ്റിദ്ധരിച്ചു. അവൻ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടും പത്രോസിന് വിശ്വാസമായില്ല. നീയാണെങ്കിൽ എന്നത് ഒരു വ്യവസ്ഥ വയ്ക്കുന്നത് പോലെയാണ്. അവൻ്റെ തീരാത്ത സംശയത്താൽ നന്നായി നീന്തലറിയാമായിരുന്നിട്ടും അവൻ മുങ്ങിത്താഴാൻ തുടങ്ങി. നീ സംശയിച്ചതെന്ത് എന്നായിരുന്നല്ലോ ഈശോയുടെ വിമർശനം. അജ്ഞതയുടെയും ആജ്ഞവാദത്തിൻ്റെയും നാസ്തികതയുമൊക്കെ സന്ദേഹങ്ങളുടെ ഭാരത്താൽ ഒട്ടേറെ പേർ ഇന്നും മുങ്ങി താഴുന്നുണ്ട്.
അവിശ്വാസികളുടെയും സന്ദേഹങ്ങളുടെയും അടിസ്ഥാന കാരണം അജ്ഞതയും തെറ്റിദ്ധാരണകളുമാണെന്ന് സുവിശേഷത്തിലെ തന്നെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി.